ഹായ് ഫ്രണ്ട്സ്, A4Z ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ടെസ്റ്റർ വർക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതിൽ അറിയിക്കണം. ഫസ്റ്റ് നമ്മൾ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ടതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു മാസ്കിൻ ടേപ്പ്, ഏത് ബോക്സ് പോലെ കൊടുക്കുന്നതിൻ്റെ അവിടുത്തെ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കണം. അതിന് ശേഷം നമ്മളിത് വാൾപുട്ടിയിലാണ് ചെയ്യുന്നത്. വാൾപുട്ടി ഇതുപോലെ ബ്ലേഡിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈപ്പത്തി വെച്ച് വേണം നമ്മൾ പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ഫുള്ള് നമ്മളിതുപോലെ കൈപ്പത്തിക്ക് ഡിസൈൻ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ബോക്സ് പോലെ കൊടുത്തിരിക്കുന്നതിനകത്ത് നമ്മൾ വേറെ ഡിസൈൻ വേണം കൊടുക്കാനായിട്ട്. അത് നമ്മൾ ഹാളിൽ ചെയ്തിരിക്കുന്നതിൻ്റെ ബാക്കി ഡിസൈനേക്കാളും വ്യത്യാസം ഉണ്ടായിരിക്കണം. ഈ ഡിസൈൻ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടതാണ്. അതിന് ശേഷം നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന മാസ്ക് ടേപ്പ് പൊളിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. പുട്ടി ഉണങ്ങിയ ശേഷം ഇതങ്ങ് പൊളിച്ചെടുക്കണം. പുട്ടി നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് പേപ്പർ പിടിച്ചതിന് ശേഷം ഒരു കോട്ട് പ്രൈമർ കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അടിക്കേണ്ടത് ഒന്നെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണം. ഇവിടെ ഞാൻ ഗ്രേ ആണ് അടിക്കുന്നത്. ഇത് ഫൗണ്ടേഷൻ അടിക്കാനായിട്ടുള്ള ഗ്രേ ആണ് മേടിച്ചതാണ്. ആ കളറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ബ്ലാക്ക് ആണെങ്കിലും നല്ലതായിരിക്കും. അതൊരു കോട്ട് ഫുള്ളായിട്ട് നമ്മൾ റോളറിന് അടിക്കണം. കാരണം ബ്രഷിന് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. ഈ കളറ് ഉണങ്ങിയതിന് ശേഷം ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ചെറിയ ഇനാമൽ റോളറിന് എടുത്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. വലിയ അമക്ക് ചെയ്യരുത്, ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പുട്ടികളുടെ നല്ലപോലെ ഡിസൈൻ ആയിക്കോളും. അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഈ ബോക്സ് പോലെ കൊടുത്തതിനകത്ത് ഇതുപോലെ കോപ്പർ കളറ് കൊടുക്കണം. പിന്നെ സെൻറ്ററിൽ നമ്മൾ ഗോൾഡൻ കളർ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കോപ്പർ കളർ അടിക്കണം. അത് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മുടെ ഈ ബോക്സിൻ്റെ സൈഡിൽ വൈറ്റ് അത് എമർഷൻ എടുത്താൽ മതി. വൈറ്റ് എമർഷൻ നമ്മളിത് ബോർഡർ കറക്റ്റ് വെട്ടണം. അതുപോലെ ആ മാസ്കിൻ ടേപ്പ് പൊളിച്ചിരിക്കുന്ന ആ ഭാഗത്ത്. കാരണം എങ്ങനെയാണല്ലോ അതിൻ്റെ ഗ്രേ കളറും നമ്മളിപ്പോൾ ഈ സെക്കൻഡ് ചെയ്ത കോപ്പറും ഗോൾഡും ഒക്കെ അതിൽ കയറിപ്പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്.
അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.